അവളെ വിദേശത്ത് പഠിപ്പിക്കാൻ അയക്കാൻ അവളുടെ അമ്മ കുറെ പ്ലാനൊക്കെ ചെയ്തെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് സാറ് സന്തോഷത്തി എങ്കിൽ പിന്നെ അതൊരു നല്ല ഓപ്ഷനാന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് പഠിക്കാൻ പോയിക്കോളാൻ പറയും. അതിനേശം ഈ കാര്യം ഇവളുടെ അമ്മയോട് വിളിച്ചു പറയുമ്പം അവരാണ് സാറിന് തന്നെ അത് ഓക്കെ ആയിട്ട് തോന്നുവാണ്. പിന്നെ ഇവളുടെ ഫ്യൂച്ചറിന് വേണ്ടി നല്ലോണം ആലോചിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും കുറച്ച് വെറുത്തിട്ടൊക്കെ ശരി നോക്കാന്ന് പറഞ്ഞ് അവളോട് നിന്ന് ഫോൺ കട്ട് ചെയ്യും. അതിനേശം അടുത്ത ദിവസം സങ്ഡൻ രാവിലെ തന്നെ ഫംഗ്ഷന് കുടിക്കാൻ വേണ്ടി പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കും. പക്ഷെ പിന്നീട് ഇന്റർവെൽ സമയത്ത് ഇവളൊന്ന് നോക്കുമ്പോൾ ഇവൾ വാങ്ങിച്ചു കൊടുത്ത പാല് ബെയിലിന്റെ അടുത്ത് കാണും. എന്നിട്ട് ക്ലാസ് ലീഡറാണ് ബീറ്റയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവളെ സാറ് വിളിക്കാന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾ അപ്പം തന്നെ സാറിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് സാറും ഇവൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്, എല്ലാവരും വകയായിട്ട് ഇവൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് കൊടുക്കുമ്പം അവൾക്ക് അത് തുറന്നു നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ക്ലാസ് ലീഡർ മാത്രം ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചാന്ന്. കാരണം അവനാണ് എല്ലാവരുടെ വകയെന്ന് പറഞ്ഞ് അവന്റെ ഹാൻഡ് റൈറ്റിംഗ് എഴുതി വെച്ചേക്കുന്നത്. കാരണം അവൻ വാങ്ങിച്ചു കൊടുത്ത് ഇവൾ വാങ്ങിക്കത്തില്ലെന്നറിയാം. അതിനേശം ബീറ്റ് ഇവിടെ നിന്ന് ഈ ആഴ്ച തന്നെ പോകുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് അപ്പം തന്നെ സങ്ഡാനും ഗംഗാനെയും വിളിച്ചോണ്ട് അവൾ പുറത്ത് കറങ്ങാൻ വേണ്ടി പോകും. അങ്ങനെ ഇവരൊക്കെ ഒരുമിച്ച് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവസാനം ഒരു കടയിൽ ചെന്ന് ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പം അവരെ സങ്കടത്തി അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തോണ്ടിരിക്കും. ബീറ്റയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ മനസ്സിലെങ്കിലും അവൾക്ക് പോയേ പറ്റത്തുള്ളെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ഇതേപോലെ സാറിനെ കിട്ടുമോ ഇവരെ പോലെ ഫ്രണ്ട്സിനെ കിട്ടുമോ എന്ന് പറഞ്ഞ് അവള് കുറച്ച് വിഷമിച്ചിരിക്കുമ്പം സങ്ഡാങ് അതേപോലെ ഹങ്ഷിനെ കുറിച്ച് ആലോചിച്ച് അവളും വിഷമിച്ച് ഇവരെല്ലാം ആ കടം മൊത്തത്തിൽ അടിച്ച് കുളവാക്കും. അപ്പോഴാണ് കാര്യം അറിഞ്ഞു വരുന്ന ഇവരുടെ ക്ലാസ് ടീച്ചറായിരിക്കും പൈസയെ കൊടുത്ത് പ്രോബ്ലം സെറ്റിൽ ചെയ്യുന്നത്. എന്നിട്ട് ഇവരെയൊക്കെ ഈ സമയത്ത് എന്തോ കാണിച്ചു വെച്ചേക്കുന്നെന്ന് അറിഞ്ഞ് അവരൊക്കെ വഴക്ക് പറയുമ്പം ഗംഗാണ് പൈസയൊക്കെ സാറ് നാളെ തരാന്ന് പറയും. അപ്പോഴാണ് സാറും പൈസയല്ല വിഷയം, ഇവളുമാര് കാണിച്ച് എത്ര ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്നറിഞ്ഞ് അവരൊക്കെ അഡ്വൈസ് ചെയ്ത് ഇപ്പൊ വീട്ടിൽ ചെന്ന് കൊണ്ടാക്കാന്ന് പറയുമ്പം ഗംഗങ്ങും അവള് സങ്ഡാങ് കൂടെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് സാറ് ബീറ്റയെ മാത്രം കൊണ്ടുപോയിക്കോളാം പറയും. അങ്ങനെ അതുകൊണ്ട് സാറും ഇവര് പോകുമെന്ന് ഉറപ്പുവരുത്തി ബീറ്റയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയ ഉടനെ ഗംഗങ് അപ്പം തന്നെ യൂഹയെ സഹായത്തിന് വിളിക്കും. അതിനേശം അവന് ഷൗമിയായിട്ട് അവിടേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും എന്തോടെ വെള്ളം ഒഴിച്ചൊക്കെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് അവന്മാർക്കൊന്നും മനസ്സിലാവത്തില്ല. അതിനേശം യൂഹയെ ഗംഗങ്ങിനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകുമ്പം ഷൗമോ സങ്ഡാങ്ങിനെ വിളിച്ചോണ്ട് അവളുടെ വീട്ടിലേക്ക് പോകും. അവരാണ് പോകുന്ന വഴിക്ക് അവളും ഇവൾ വാങ്ങിച്ചു തന്ന പാലെന്തിനാ ബെയിലിങ്ങിന് എടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞ് ഇവളുടെ ഫീലിങ്സിന് ഒരു വിലയില്ലെന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പം ഷൗമയാണ് നിന്റെ വായ അടയത്തില്ലെന്ന് പറഞ്ഞ് അവന് ചിരിച്ചോണ്ട് അവളെ നോക്കി ചോദിക്കും. അപ്പോഴാണ് അവളും ഹങ്ഷുവിനെ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു, പക്ഷെ അങ്ങനെ അവനോട് ഇഷ്ടം കാണിച്ചോണ്ടാണ് ഇവളെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ അവനിപ്പോ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ കാരണം അവൾ ഈ സ്കൂളിലേക്ക് വന്ന കാര്യമൊക്കെ ഇപ്പൊ ഷൗമയോട് പറയുമ്പം ഇവനാണ് ഇവളെ സമാനപ്പെടുത്തുമ്പോ തന്നെ അവളോട് ഭയങ്കര ഇഷ്ടത്തിലാകും. ഇതേസമയം യൂഹെ ഗംഗങ്ങിനെ വിളിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പം അവനാണ് ഇവളെ സമാനപ്പെടുത്താൻ വേണ്ടി അവൾ സ്കൂളിൽ മാറി പോകുന്നുണ്ട്, ഇവൾ അത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമെന്ന് അവൾ അഡ്വൈസ് ചെയ്യുമ്പം പെട്ടെന്ന് അവളാണ് എങ്കിൽ പിന്നെ ഇവള് വിദേശത്ത് പോയാൽ ഇവൻ വിഷമിക്കത്തില്ലെന്ന് ചോദിക്കും. അതോടെ അവനാണ് ഷോക്കായിട്ട് ഇവൾ എന്തിനു വിദേശത്ത് പോകുന്നതെന്ന് ചോദിക്കുമ്പം ഇവൾക്ക് നല്ല മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളുടെ അമ്മ വിദേശത്ത് പറഞ്ഞയക്കാനാ തീരുമാനിച്ചെന്ന് പറയും. അപ്പോഴാണ് അവന് വിഷമിച്ച് എങ്കിൽ പിന്നെ ഇവളുടെ തീരുമാനം എന്തോന്ന് ചോദിക്കുമ്പം അവൾ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ആലോചിക്കുമെന്ന് പറയും. അതുകൊണ്ട് അളിയൻ ഇപ്പൊ അപ്സെറ്റായി ഇവളോട് മിണ്ടാതെ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ സാറ് ബീറ്റ് ചെന്ന് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് സാറാണ് ഇവളെ കുറെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് അവളും പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് സാറിനോടുള്ള ഇഷ്ടം അങ്ങ് തുറന്നു പറയും ഇവൾക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോഴാണ് ഇതേക്കുന്ന സാറും അവൾ ഉദ്ദേശിച്ച രീതി മനസ്സിലായെങ്കിലും ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇവളും കുറെ ഇഷ്ടപ്പെടുവാന്ന് പറഞ്ഞ് അത് ഡീസന്റ് ആയിട്ട് അങ്ങ് തീർക്കും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുന്ന അവളും എങ്കിൽ പിന്നെ എന്നാലും ഒരു സമയം കാണാൻ സാറെന്ന് പറഞ്ഞ് അവൾ ബായ് പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലും. അതിനേശം അവളും ഇവള് സാറിനോട് ഇഷ്ടം പറഞ്ഞിട്ട് ഇവളെ റിജക്റ്റ് ആയതുകൊണ്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം ഇവൾ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ക്ലാസ് ലീഡറും കൂടെ അവിടേക്ക് വരുമ്പം ഇവളാണ് ഇവൻ എങ്ങനെ ഈ ഡേറ്റ് കണ്ടുപിടിച്ചെന്നറിഞ്ഞ് അവനെ ചോദ്യം ചെയ്യും. അതിനേശം ഇവിടെ അവളുടെ കൂട്ടുകാരി സങ്ഡാനും ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ട് ഇവളുടെ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞ് അവൾ സങ്കടത്തിലേക്ക് ഇരിക്കുമ്പം ബീറ്റയും താൽക്കാലികം പോവല്ലേ, പിന്നെ കോളേജ് ഇവർ അവിടേക്കല്ലേ വരാൻ പോകുന്നെന്ന് അറിഞ്ഞ് ഇവരെ ആശ്വാസപ്പെടുത്തും. അപ്പോഴാണ് ക്ലാസ് ലീഡറുകൾ കഴിക്കാൻ വേണ്ടി കുറെ സ്നാക്സ് ഒക്കെ കൊടുത്ത് ഇവളെ കൊണ്ടുപോയിക്കോളാൻ പറയുമ്പം അവളാണ് അങ്ങ് വിദേശത്ത് പോവല്ല, ഈ സാധനമൊക്കെ അവിടെ ചെന്നാലും കിട്ടും പറയും. പക്ഷെ അവനാണ് ഇവളോട് സ്നേഹമൊക്കെ കാണിച്ചിട്ട് അവൻ ഇതൊക്കെ ചെയ്യാനുള്ള കാരണം അവൻ എല്ലാവരെയും പോലെ ഇവളെ കാണുന്നത്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമോ ബീറ്റ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ ഹഗ് ചെയ്തങ്ങ് പ്രപ്പോസ് ചെയ്യും. അങ്ങനെ ഇത് കേട്ട് അവളാണ് മൊത്തം ഇമോഷണലായി ഇവൻ എന്തോ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇതിന് വേണ്ടിയല്ലേ ഇവൻ വരാതിരിക്കാൻ വേണ്ടി അവൾ ഡേറ്റ് ഒന്നും പറയാത്തേന്ന് പറഞ്ഞ് അവളും കരഞ്ഞോണ്ട് ഇവൾക്ക് തടിയുള്ളവരൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോകും. അതിനേശം അവൾമാരെ നല്ലോണം പഠിക്കാൻ പറഞ്ഞ് ഇവള് ബായ് പറഞ്ഞ് അവിടെ നോമ്പിലാണ് ഇവിടെ ഇവന്റെ കയ്യിൽ ഒരു പ്ലെയിന്റെ ടിക്കറ്റും കാണുമായിരിക്കും. കാരണം ഇവൾ ഇഷ്ടം പറഞ്ഞ് ഇവളുടെ കൂടെ വരാനാണ് അവൻ തീരുമാനിച്ചത്. പക്ഷെ ഇപ്പൊ എന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവനത് കീറി കളയും. അങ്ങനെ ബീറ്റ് പോയ വിഷമത്തിലൊക്കെ ഇവർ അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുമ്പം ഗംഗങ്കാണ് സ്കൂളിന്റെ മുകളിൽ മറ്റേ സീനിയർ
സീനിയർ അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യന്റെ പേര് മതിലിനകത്ത് എഴുതി വെച്ച് പ്രൊപ്പോസ് ചെയ്തേക്കും. അങ്ങനെ ഇത് കണ്ട് ഇവളും ചിരിച്ചോണ്ട് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പം അവിടെ ക്ലാസ് ലീഡർ മൊത്തം അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട്. യൂഹയാണ് ഇതാണ് ലവ് സിക്നസ് എന്ന് പറഞ്ഞ് അവൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് അതേസമയം ലൂഷ്യൻ ഹെഡ് എടുത്തിരുന്ന് ഇവൾക്ക് ഒരു ലെറ്റർ വരുമ്പം അളിയന് ലവ് സിക്നസ് ആയി അവനെ അസൂയപ്പെട്ട് അത് നോക്കുന്നില്ലെന്ന് പറഞ്ഞ് ഷോ കാണിച്ചോണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി യൂഹി ഇവളെ നല്ലോണം പഠിപ്പിക്കാൻ വേണ്ടി എപ്പോഴും വീട്ടിൽ ചെന്നിട്ട് ഇവളെ ഫോൺ വിളിച്ച് പഠിപ്പിക്കാറുണ്ട്. അതേപോലെ ഇന്ന് അവളെ പഠിപ്പിക്കുമ്പം അവളാണ് പഠിപ്പിക്കാനല്ലാതെ വേറൊന്നും സംസാരിക്കുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും നല്ലോണം പഠിച്ചാലേ ഇവൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഫോൺ കിട്ടിയിട്ട് ഇതൊക്കെ ഒന്നും കൂടി ചെയ്തു നോക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അടുത്ത ദിവസം ഇവളാണ് യൂഹയുടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവൾ ഫിലിം അക്കാഡമി ചെന്ന് ജോയിൻ ആയ ഇവന്റെ അഭിപ്രായം എന്തോന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഇവൾക്ക് എന്താ വലിയ നടിയെ കാണാന്ന് പറഞ്ഞ് ചുമ്മാ സ്വപ്നം കാണാതിരുന്ന് പഠിക്കാൻ പറയുമ്പം അവളാണ് അതുകൊണ്ടല്ല ഇവൾക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമായതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി ചോദിച്ചാന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവൾക്ക് നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞ് ഇവളെ പഠിക്കാൻ പറയും. അങ്ങനെയാണ് രണ്ടുപേർക്ക് ഒരുമിച്ച് ബെയ്ജിങ്ങിൽ തന്നെ പഠിക്കാന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തി ഈ കാര്യം ആദ്യ ഗംഗ അവളുടെ അമ്മയോട് പറയുമ്പം അവളുടെ അമ്മയാണ് ഇവിടെ പഠിക്കാൻ അവർക്കും ആഗ്രഹം, പക്ഷെ ഇവളുടെ മാർക്കിന് ഇവിടെ നിന്ന് അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ആ സാധാ കോളേജിലെ ഫിലിം അക്കാഡമിയിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ഇവൾ ഉറപ്പിച്ചു പറയുമ്പം ഇവളുടെ അമ്മയാണ് തിരിച്ചെന്ത് പറയാൻ നോക്കിയാലും ഇവൾ കോൺഫിഡന്റോടെ അവളെല്ലാം തീരുമാനിച്ച് തയ്യാറായിരിക്കുമെന്ന് പറയും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ സംഗ്ഡൻ ഹങ്ഷിയുടെ പുറകെ ചെല്ലുമ്പോഴാണ് അവനാണ് മറ്റേ ബെയിലിങ്ങിനെ സമാനപ്പെടുത്തിക്കൊണ്ട് അവളെ ചെന്ന് വീട്ടിൽ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ഇവള് പെട്ടെന്ന് കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകുമ്പം ഷവമ ഇതുകൊണ്ട് അടുത്തേക്ക് വന്നിട്ട് ഇവൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് അവന് വിഷമിച്ചൊക്കെ ചോദിക്കും. അപ്പോഴാണ് അവനൊരു സെക്കൻഡ് കാര്യമെല്ലാം പിടികിട്ടി ഓടി വന്ന ഹങ്ഷിനെ അടിച്ചിട്ടിട്ട് നീയൊക്കെ എല്ലാം അറിഞ്ഞിട്ടാണോ അവിടെ ചെയ്യുന്നത്, വെറുതെ അവളെ വേദനിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് അവനെ അടിച്ചിട്ട് അവളുടെ പുറകെ ചെല്ലും. ഇതേ സമയത്ത് ഗംഗങ് യൂഹയായിട്ട് ഒരുമിച്ച് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൗമയാണ് യൂഹയ്ക്ക് ഫോൺ വിളിച്ച് സംഗ്ഡങ്ങിനെ കാണാനില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൻ ഈ കാര്യം ഇപ്പൊ ഗംഗങ്ങിനോട് പറഞ്ഞിട്ട് ഇവ രണ്ടുപേരും അവളെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഷൗമയാണ് ആ ഹങ്ഷു ബെയിലിനെ ഹഗ് ചെയ്യുന്ന കണ്ട് അവൾ കരഞ്ഞോണ്ട് പോകുന്ന ഇവൻ കണ്ടേന്ന് പറയും. അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ ഇനി അവളെല്ലാം തെറ്റായി തീരുമാനം എടുത്തോന്ന് പറഞ്ഞ് അവളെ ഓർത്ത് പേടിച്ചിരിക്കുമ്പം ഷൗമയാണ് ഇതാ ഹങ്ഷിന്റെ വീടെന്ന് പറഞ്ഞ് ആദ്യം അവനോട് ചോദിക്കാൻ പറയും. അപ്പോഴാണ് അതേസമയം അവനും ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ആളിനെ വീട്ടിലേക്ക് വരാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് ഇവരൊക്കെ സമാധാനത്തെ അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ക്ലാസ് ടീച്ചർ ഈ കാര്യം അറിഞ്ഞ് കുറച്ച് ടെൻഷനെ പുറത്തേക്ക് ചെല്ലുമ്പോൾ മാത്സ് സാറാണ് ഇവരുടെ ക്ലാസ്സിന് എപ്പം നോക്കിയാലും പ്രശ്നമല്ലെന്ന് പറഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോഴാണ് സാറും ക്ലാസ്സിൽ ഒരു കൊച്ച് കാണാനില്ലെന്ന് പറഞ്ഞ് അവളെ കണ്ടെത്താൻ പോകാന്ന് പറയുമ്പം ഇത് കേട്ട് മാത്സ് സാറും എങ്കിൽ പിന്നെ ആദ്യം പാൻ സാറിനോട് ചെന്ന് പറയാൻ വേണ്ടി പറയും. പക്ഷെ ക്ലാസ് ടീച്ചറാണ് അങ്ങേരോട് പറഞ്ഞ പ്രശ്നം കൂടത്തില്ലെന്ന് പറഞ്ഞ് ഇവർ തർക്കിച്ചോണ്ടിരിക്കുമ്പം അവിടേക്ക് വന്ന ടീച്ചറും രണ്ടുപേരും ചുമ്മാ ഇരുന്ന് വഴക്കൂടാതെ ആദ്യം കാണാതെ സ്റ്റുഡന്റിനെ ചെന്ന് കണ്ടെത്താൻ പറയും. അപ്പോഴാണ് സംഗ്ഡങ്ങിന്റെ അമ്മയെ വിഷമിച്ച് അവിടേക്ക് വന്നിട്ട് അവരുടെ മോൾ എവിടാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ മാത്സ് സാറാണ് സ്കൂളിൽ വെച്ച് കാണാതെ പോയി അവർക്ക് പറയാൻ പറ്റും, പക്ഷെ പുറത്തേക്ക് പോയി ഇവർക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് അയാൾ പറയുമ്പോൾ തന്നെ ബാക്കി രണ്ട് ടീച്ചേഴ്സും ഇങ്ങനെ സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് മാത്സ് സാറും എങ്കിൽ പിന്നെ അയാൾ പോലീസ് സ്റ്റേഷൻ ചെയ്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോവുക. ക്ലാസ് ടീച്ചറും മറ്റേ ടീച്ചറും കൂടെ ഇവരുടെ മകളെ കണ്ടെത്തി തരും പറഞ്ഞ് അവരെ ആശ്വാസപ്പെടുത്തും. അതിനേശ് ഇവിടെ ഇവരൊക്കെ ഹങ്ഷിനോട് ചോദിക്കുമ്പം അവന് സംഗ്ഡാൻ എവിടെന്ന് അറിയത്തില്ലെന്ന് അറിയും. അപ്പോഴാണ് ഷൗമയും ഈ തണ്ടി പറയത്തില്ല ഞാൻ പറഞ്ഞല്ലേ എടാ അവളിപ്പോ കാണാതാകുള്ള കാരണം അറിയാവോ, നീ ആ ബെയിലിനും കൂടെ കൈയും പിടിച്ച് ഹോട്ടലിൽ പോകുന്ന കണ്ടട്ട എന്ന് ഇവൻ പറയുമ്പം ഗംഗങ് ദേഷ്യത്തി ഇവൻ ഹോട്ടലിലൊക്കെ പോകാൻ തുടങ്ങിയെന്ന് അവളും കൂടെ ചൂടാകും. ഇതോടെ ഹങ്ഷും ദേഷ്യത്തി ചുമ്മാ അനാവശ്യം വിളിച്ച് പറയില്ലെന്ന് ഇവൻ എന്തറിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവനോട് തർക്കിച്ചോണ്ടിരിക്കും. അങ്ങനെ ആ ഗ്യാപ്പി അവനറിയാതെ ഗംഗങ്ങിനെ തള്ളിവിടുമ്പം യൂഹയാണ് ദേഷ്യത്തി അവനെ പിടിച്ച് മാറ്റിയിട്ട് ഗംഗങ്ങിനെ നോക്കും. അപ്പോഴാണ് അവള് വിഷമിച്ചോണ്ട് എല്ലാ ദിവസവും ഇവന് വേണ്ടി ഓരോ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അവളുടെ കുറച്ച് ഇമോഷൻ പോലും മനസ്സിലാക്കാതെ ഇവൻ ഇങ്ങനെയാണ് ഇപ്പൊ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവള് വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഹങ്ഷും സത്യത്തെ അവൾ എവിടെ പോയിന്ന് ഇവൻ അറിയത്തില്ലെന്ന് പറയുമ്പം ഷൗമയാണ് എങ്കിൽ പിന്നെ എവിടെ പോയെന്നെല്ലാം ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. കാരണം കുറെ വർഷമായിട്ട് ഇവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അവൾ എപ്പോഴും പോകുന്ന സ്ഥലത്തൊക്കെ ഇവരോട് ഇപ്പൊ പറഞ്ഞു കൊടുക്കുമ്പം അവർ ഓരോരുത്തരും ചെന്ന് നോക്കുമ്പോൾ അവിടെ അവൾ കാണത്തില്ല. അതേസമയം രാത്രി 9:15 അവളെ കിട്ടാത്തോണ്ട് ക്ലാസ് ടീച്ചറും മറ്റേ ടീച്ചറായിട്ട് അവൾ പുറത്തൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് സാറും ഗേൾസ് ഒക്കെ പാർക്കിലൊക്കെ ചെന്നല്ലേ എൻജോയ് ചെയ്യുന്നത്, അവിടെ എല്ലാം കാണുമായിരിക്കും, എനിക്ക് എന്റെ സ്റ്റുഡൻസിനെ കുറിച്ച് എല്ലാം അറിയാം എന്നിന് സാറ് പറയുമ്പം ആ ടീച്ചറാണ് എന്നും പറഞ്ഞ് എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഗെയിമിംഗ് സെന്ററൊക്കെ അവർ വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ സാറ് തന്റെ സ്റ്റുഡൻസ് ഒന്നും ഇങ്ങനെ ഗെയിം കളിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് സാറിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടുപേര് ഗെയിം കളിച്ചിട്ട് അവിടെ നിന്നും. പക്ഷെ അവരാണ് സാറിനെ കണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ ഗെയിം കളിക്കാൻ വന്നല്ലേ സാറേ, ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നേ എന്നിന് അവര് പേടിച്ച് അവിടെ നോക്കുമ്പം ഇവിടെ ടീച്ചറാണ് സാറിനെ കളിയാക്കി ഇതൊക്കെ ആരുടെ പിള്ളേരാ സാറേ എന്ന് പറഞ്ഞ് സാറിന് പുച്ഛിച്ചൊക്കെ സംസാരിക്കുമ്പം അയാളാണ് ഇങ്ങനെയൊക്കെ ദേഷ്യത്തിൽ സംസാരിച്ച പിന്നെ വല്ല പയ്യന്മാരും വന്ന് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ചോദിക്കും. അതോടെ ടീച്ചർ സാറും തമ്മി തമാശയ്ക്ക് ചെറിയ വഴക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ യൂഹയും ഗംഗം കൂടെ അടുത്തുള്ള ഒരു ഗുഹയുടെ അകത്ത് ചെന്ന് അവളുണ്ടോന്ന് അന്വേഷിക്കാൻ പോകുമ്പം അവനാണ് അകത്ത് ഫുൾ ഇരുട്ടായിരിക്കും പറഞ്ഞ് രണ്ടുപേരും കൂടെ ക്യാൻഡിൽ കത്തിച്ച് നടന്നു പോകും. ഇതേസമയം ഷൗമയും അവളെ കണ്ടെത്താൻ പറ്റാത്തത് വിഷമിച്ചിരിക്കുമ്പം പെട്ടെന്ന് അവൻ ഓർമ്മ വരും അന്ന് ഇവളുമാരൊക്കെ ഫിറ്റായി കിടന്നപ്പോ ഇവനായിരിക്കും അവളെ വിളിച്ചോണ്ടായ. ആ സമയത്ത് അവൾക്ക് എപ്പോഴും പോകണം എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവനോടന്ന് പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവനാണ്
ആണ് അവിടെയുള്ള ഒരാളോട് ഈ ഓഫ് ഷോർ ഐലൻഡ് എവിടാന്നറിഞ്ഞ് ആ വഴി ചോദിച്ച് ഇപ്പൊ അവളെ കണ്ടെത്താൻ പോകും. അങ്ങനെ സമയം കുറെ ആയിട്ടും ഇവർക്കാർക്കും അവളെ കണ്ടെത്താൻ സാധിക്കത്തില്ല. അതേപോലെ ഹങ്ഷുവും അവളായിട്ടുള്ള മെമ്മറീസ് ഒക്കെ ആലോചിച്ച് നോക്കി അവൻ ഓരോ സ്ഥലമായിട്ട് ചെന്ന് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവൾ നല്ലോണം ഇപ്പൊ മനസ്സിലാക്കി വെച്ചേക്കുന്ന ഷൗമയാണ്. അതുകൊണ്ട് അവനും അവൾക്ക് ഇഷ്ടപ്പെട്ട ഐലൻഡിലേക്ക് ചെന്നിട്ട് അവൻ ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ അവിടുത്തെ ലേഡിയാണ് ഇപ്പൊ ക്ലോസ്ഡാന്ന് പറഞ്ഞ് അവനെ പോയിക്കോളാൻ പറയും. അതുകൊണ്ട് തന്നെ അവനും ഇനി എന്താണെന്നറിയാതെ അവൻ അവിടെ തന്നെ കുത്തിയിരിക്കും. ഇതേ സമയം ആ ഗുഹയുടെ അകത്ത് വെച്ച് ഗംഗങ്ങും സംഡാങ് എന്ന് പറഞ്ഞിങ്ങനെ പതിയെ വിളിക്കുമ്പോൾ അടുത്തിരുന്ന് ഇത് കേൾക്കുന്ന അവനാണ്. ഇത് അടുത്തിരിക്കുന്ന അവൻ എന്നെ നല്ലോണം കേൾക്കാൻ വയ്യെന്ന് പറഞ്ഞ് അവൻ അടുത്തിരുന്ന് കളിയാക്കുമ്പോൾ അവളാണ് വിഷമിച്ച് സംഡാങ്ങിന്റെ അവസ്ഥ ആലോചിച്ച് ഇവള് കുറെ സങ്കടപ്പെടുമെന്ന് പറയും. കാരണം ഇത്രേ വർഷമായിട്ട് അവനെ സ്നേഹിച്ചിട്ട് അവസാനം അവൾ മാത്രമേ വേദനിക്കുന്നുള്ളൂ അറിയുമ്പം ഇത് കേട്ട് ഇവനും അതിന്റെ പേരാണ് ഓൺ സൈഡ് ലവ് എന്ന് പറഞ്ഞ് ആദ്യം തൊട്ട് അവൾ അങ്ങനെ പറയാൻ നടന്നൊക്കെ തെറ്റാന്ന് ഇവനും പറയും. ഇതേക്കുന്ന ഗംഗങ്ങും എങ്കിൽ പിന്നെ അവളും സയൻസ് ഇപ്പൊ എടുത്ത തെറ്റാണെന്ന് പറഞ്ഞ് ഇവനെ ഓർത്ത് പേടിച്ചിരിക്കുമ്പം അവനാണ് അവൾ വേറെ ഇവള് വേറെ എന്നറിഞ്ഞ് അവൻ കൂളായിട്ടിരിക്കും. അതിനുശേഷം മറ്റേ ലേഡിയും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം ഷൗമയെ കണ്ടിട്ട് ഇവൻ ഇതുവരെ പോയില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവരുടെ വീട് അങ്ങോട്ടേക്കാണ് എങ്കിൽ പിന്നെ അവൻ അങ്ങോട്ടേക്കൊന്ന് വിളിച്ചോണ്ടോന്ന് ചോദിക്കുമ്പോൾ അവരതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവനെ നാളെ വരാൻ പറയും. അപ്പോഴാണ് അവനും അവന്റെ ഒരു കൂട്ടുകാരി ഇവിടെ എല്ലാം ചെയ്യുമെന്ന് പേടിച്ച് അവനിപ്പോ അവളെ കണ്ടെത്തണം എന്ന് പറയുമ്പം അവരാണ് ഈ സമയത്ത് തിരമാലയൊക്കെ കൂടുതലാന്ന് പറഞ്ഞ് എന്തായാലും ഇവൻ ഇങ്ങനെ ടെൻഷൻ ആയിരിക്കുന്നുണ്ട് അവനെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിക്കും. ഇതേ സമയത്ത് മാക്സ് സാറും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈന്റ് എടുക്കുമ്പം അവരാണ് കാണാതെ 24 മണിക്കൂർ ആയാൽ മാത്രമേ ഇവർക്ക് കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നറിയാം. അങ്ങനെ അതുകൊണ്ട് സാറും ദേഷ്യത്തി എങ്കിൽ പിന്നെ വല്ല സംഭവിച്ചതിന് ശേഷം നിങ്ങളെ കേസ് എടുക്കത്തുള്ളൂ എന്നറിഞ്ഞ് സാർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഹങ്ഷുവും ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം ഷൗമയാണ് ഐലൻഡിലേക്ക് വന്നിട്ട് ഇവളുടെ പേര് പറഞ്ഞ് കൂവിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്റെ ശബ്ദം കേൾക്കുന്ന അവളാണ് ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് അവളോടൊന്ന് വിളിച്ചു പോകും. കാരണം ഇവളിപ്പോ വെള്ളം കൂടിയതുകൊണ്ട് അവിടെ കുറച്ച് നടുക്ക് പെട്ടിടക്കുക. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.